ഹായ് ഗേൾസ്, അപ്പം നമുക്കിന്ന് നല്ലൊരു ക്രാഫ്റ്റ് കണ്ടാലോ. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോസിലുമൊക്കെ കാണുന്നുണ്ടല്ലോ ഈ സാൻഡ് ക്ലോക്ക്, മണൽ ഘടികാരം. അപ്പോൾ അതുപോലത്തെ ഒരു മണൽ ഘടികാരം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചെറിയ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരേപോലത്തെ ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പാരൻസോട് കട്ട് ചെയ്ത് തരാൻ പറയണം, കയ്യിൽ നിന്ന് മുറിക്കാൻ പാടില്ല. അങ്ങനെ രണ്ടെണ്ണം ഇതുപോലത്തെ ബോട്ടിൽസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഒന്നിൻ്റെ മൂടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതും പാരൻ്റൽ സൂപ്പർവിഷൻ, അതായത് പാരൻസോട് പറഞ്ഞിട്ട് മാത്രം ചെയ്യേണ്ടതാണ്, ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല, കൈ പൊള്ളും. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വെറുതെ കത്തി കൊണ്ടും ബ്ലേഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും അതിങ്ങനെ തീ കൊണ്ട് ഉരുക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഈ മൂടിയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് നോക്കിയതാണ് ജസ്റ്റ്. അപ്പോൾ ഈ മൂടിക്കും ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മണൽ ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം നമുക്ക് മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ വെച്ചതിന് ശേഷം ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇളകി പോകാനേ പാടില്ല, ഇല്ലെങ്കിൽ മണ്ണൊക്കെ താഴേക്ക് പോകും. അപ്പോൾ നല്ല ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ രണ്ട് കുപ്പിയുടെ വശത്തേക്ക് കയറ്റി നല്ല വൃത്തിക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കാർഡ്ബോർഡാണ് ഇനി ആവശ്യമുള്ളത്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് കൃത്യമായിട്ട് ആദ്യം ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ വൃത്തിയായിട്ട് വരച്ചെടുത്തതിൻ്റെ കുറച്ചും കൂടി അധികം അതിന് ചുറ്റും, അതായത് റൗണ്ടിൽ നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് പുറത്തേക്കൂടെ ഒരു റൗണ്ടും കൂടി വരച്ചെടുത്തതിന് ശേഷം ആ റൗണ്ടിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് കുറച്ച് എക്സ്ട്രാ ഭാഗം കൂടി വരാനുണ്ട്. അപ്പോൾ 2 റൗണ്ട് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം വേണമെങ്കിലും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡുകൾ കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നേരെ പെയിൻ്റ് അടിക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പറും കൂടി, വൈറ്റ് പേപ്പറും കൂടി ഒന്ന് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് സൈഡൊന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി. ഇതിന് ശേഷം ഇഷ്ടമുള്ള കളർ എടുക്കാം. നമ്മൾ ഇഷ്ടമുള്ള വാവ കൊടുത്തിട്ടുള്ളത് പേസ്റ്റൽ ബ്ലൂ കളറാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ള കളർ നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസിന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പേസ്റ്റൽ ബ്ലൂക്ക് ചേരുന്ന ഒരു വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കളറാണോ കൊടുക്കുന്നത് അതിന് ഇഷ്ടമുള്ളൊരു വൂളൻ ത്രെഡോ അല്ലെങ്കിൽ സ്റ്റിക്കറോ എന്താ വെച്ചാൽ ആ മാസ്കിംഗ് ടേപ്പ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ ഫെവിസ്റ്റിക്കോ അങ്ങനെ അല്ലെങ്കിൽ ഫെവിക്കോളോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ മണൽത്തരികൾ വീഴുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ട് തിരിച്ച് വെക്കുമ്പോൾ അതിന് മണൽത്തരി ഒട്ടിപ്പിടിച്ചെന്നാൽ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. അപ്പോൾ പെയിൻറ്റിൻ്റെ ആ ഭാഗം ആ ഒരു പശപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് 2 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് നല്ല പൂഴിമണ്ണാണ് വേണ്ടത്. ഇപ്പോൾ പൂഴിമണ്ണ് അരിപ്പയിൽ അരിച്ചെടുത്തതാണ്. ചെറിയ കല്ലുകളോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ചെറിയ ഹോൾസിലൂടെ അപ്പുറത്തൂല. അതുകൊണ്ട് നല്ലോണം അരിച്ചെടുത്തിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു സൈഡ് ഈ ഒരു ബ്ലൂ കളർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മുകളിലേക്ക് കൂടി ഈ പൂഴിമണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മറ്റേ സൈഡും കൂടി നമ്മൾ ആ ഒരു ബ്ലൂ കളർ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം 2 സ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഇറുക്കിലോ അല്ലെങ്കിൽ ചെറിയ കമ്പ് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്മൂത്താക്കി എടുത്തത് എങ്ങനെയെങ്കിലും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. പഴയ ബോട്ടിൽസും കാർഡ്ബോർഡും നൂലൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടാകും ആ സ്റ്റഡി ടേബിളൊക്കെ വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഇന്നത്തെ വീഡിയോക്ക് ബൈ.